അപ്പം മലക്കപ്പാറ യാത്രയുടെ രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ തന്നെയാണ് ചെക്ക് പോസ്റ്റ്, വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കാർ പാർക്കൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നേരത്തെ കാണാം, ഇതൊരു ഫോറസ്റ്റ് വാച്ചർ കടക്കുന്ന ഓരോ വണ്ടികളും ഡീറ്റെയിൽസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ നമുക്ക് പൈസ ഒന്നും കൊടുക്കണ്ട. ഈ വാച്ചറുടെ അടുത്ത് നമ്മുടെ വണ്ടി നമ്പർ, പേര്, എവിടേക്കാണ് പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ കൊടുത്താൽ മതി. അപ്പോൾ ആളൊരു പ്രിൻ്റഡ് സ്ലിപ്പ് തരും, ഇത് കണ്ട കയ്യിൽ. അത് നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുക. കാരണം നമ്മളിവിടെ ഇത് കയറിയിട്ട് അപ്പുറത്തെത്തുമ്പോൾ അപ്പുറത്തെ ചെക്ക് പോസ്റ്റിൽ ഇത് കാണിച്ചു കൊടുക്കേണ്ടതാണ്. നമ്മൾ ശരിക്കത് കടന്നു, ചെക്ക് പോസ്റ്റ് കടന്നു മലക്കപ്പാറയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി കുറച്ച് ദൂരം കുറച്ച് ബിൽഡിങ്ങുകൾ, ആൾക്കാർ താമസിക്കുന്ന സ്ഥലം, അങ്ങനെയൊക്കെ കാണാം. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ കുറവാണ്, കാണാം അങ്ങനെ, പക്ഷേ കുറവാണ് നല്ലപോലെ. പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ എവിടെ ഇറങ്ങുകയാണെങ്കിലും അട്ട പിടിക്കാനുള്ള ചാൻസ് വളരെ ഉണ്ട്. നമ്മൾ നേരത്തെ കയറുന്നത് അറിയ പോലില്ല, നൂലിട്ട പോലെ സാധനമാണ്. അപ്പോൾ കയ്യിൽ സാനിറ്റൈസറോ ഉപ്പോ നിർബന്ധമായിട്ടും കയ്യിൽ പിടിക്കുക. ഈ 2 ഹോട്ടലാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ എന്തെങ്കിലും വാങ്ങാനോ കഴിക്കാനോ ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് തന്നെ വാങ്ങിയിട്ട് കൊണ്ടുപോവുക, അല്ലെങ്കിൽ കഴിച്ചിട്ട് പോവുക. പിന്നെ അങ്ങോട്ട് ഹോട്ടലുകളൊന്നും അധികം ഇല്ല, ഒരുപാട് ദൂരം അങ്ങനെ ഇല്ല. കുരങ്ങന്മാരൊക്കെ ഉണ്ട്. ഞാൻ കയറുമ്പോൾ കുരങ്ങന്മാരൊന്നും കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. കുരങ്ങന്മാരുണ്ട്. എന്തായാലും ഞാനൊരു 2 പഴംപൊരി വാങ്ങാമെന്ന് വിചാരിച്ച് അപ്പോൾ തിരിച്ചു പോകണം. എന്തായാലും അവിടെ പോയിട്ട് വാങ്ങി നന്നായി, അല്ലെങ്കിൽ ആകെ പെട്ടാനെ. അപ്പോൾ ഈ ഹോട്ടലിൽ ഞാൻ 2 പഴംപൊരി വാങ്ങി, പാഴ്സലായി വാങ്ങി, 2-3 വാങ്ങി. പഴംപൊരി കരസ്ഥമാക്കി നമ്മൾ വീണ്ടും മുന്നോട്ട്. ഇനി ഇങ്ങോട്ട് മൊത്തം കാടാണ്, പക്ക കാടാണ്. ലെഫ്റ്റ് ആൻഡ് റൈറ്റിൽ ഇങ്ങോട്ട് നോക്കിയാലും കാടുകൾ. റൈറ്റ് സൈഡിൽ പുഴ ഇടയ്ക്കിടയ്ക്ക് കാണാൻ തോന്നും. കുറച്ച് കഴിഞ്ഞാൽ അതും കാണാണ്ടാവും. പിന്നെ മൊത്തം 2 സൈഡും കാട് തന്നെ. ഇവിടെ തീറ്റയ്ക്ക് അഴിച്ചു വിട്ടേക്കണ പോത്തുകളാണ്. കുറൊക്കെ ഇത് തല്ലുകൊണ്ട് കൊമ്പൂർത്ത് രസിക്കുന്നുണ്ട് അവർ. നമ്മൾ ശ്രദ്ധിക്കുന്നതാണ്, കുറച്ച് അരുവി പോലെയൊക്കെ എന്തൊക്കെയോ കാണുന്ന സ്ഥലം. കാലത്ത് പോയ KSRTC ബസ് തിരിച്ചു വരാമെന്ന് തോന്നുന്നുട്ടാ. തിരിച്ച് വീണ്ടും ഒരു ഹമ്പ്. ഞങ്ങളുടെ ഹമ്പുകളൊന്നുമില്ല, ഇല്ല ഉണക്കിന് അവസാനത്തെ ഹമ്പായിരുന്നു പോണത്. കാരണം അങ്ങനെ ഹമ്പുകൾ പിന്നെ ഓർക്കൊന്നുമില്ല. പിന്നെ ഒരു പാലം, ചാലക്കുടി പുഴയുടെ കുറുകിലുള്ള പാലമാണ്. അത്യാവശ്യം നീട്ടം കേട്ടോ, ഒരു പാലത്തെ സംബന്ധിച്ചോട്ടം കുഴപ്പമില്ലാത്തൊരു നീട്ടം ഉണ്ട്. അത് അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്. അധികം നേരം അവിടെ നിന്നില്ല, വണ്ട വീതി കുറവാണ്, നമ്മൾ ബ്ലോക്ക് ആവും. പാലം കഴിഞ്ഞ് വീണ്ടും കാട്ടിലേക്ക്, ഉൾക്കാട് തന്നെ. ഹമ്പിൻ്റെ കാര്യം പറഞ്ഞില്ലേ, വീണ്ടും ഹമ്പ്. എന്താവും ഇത്രയധികം ഹമ്പ് അറിയില്ല ചേട്ടാ. പിന്നെ നമ്മൾ കുറച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു തുറസായ സ്ഥലങ്ങളാണ്, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു സ്ഥലമാണ് അത്. ആ ഭാഗം ചേർത്തേക്കുന്നത് തുറസായി കിടക്കുന്നത്. അവിടെ തന്നെ പശുക്കളൊക്കെ നടക്കുന്നുണ്ടാവും. ഞാൻ കുറേ കാലം മുന്നേ വന്നപ്പോൾ കുറേ തടികളും
ചെടികളൊക്കെ എനിക്ക് അവിടെ കൂടെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ നല്ല പുല്ലുള്ള ഒരു പ്രദേശമാണ് ഓപ്പണായിട്ട്. ഇതിവിടെ ബസ് സ്റ്റോപ്പ് ഉണ്ട്. ആ വഴിക്ക് എവിടേക്കാണ് പോകുന്ന അറിയില്ല, അത് പോയിട്ടില്ല. കുറച്ച് ഫോറസ്റ്റുകാർ ഓഫീസൊക്കെ ഉണ്ട്, അവർക്ക് താമസിക്കാനുള്ള സ്ഥലങ്ങൾ ബിൽഡിങ്ങുകളൊക്കെ ഇവിടെ കുറച്ചുണ്ട് കേട്ടോ. ആ കാറുകാരോട് എന്തോ ഒരു വലിയൊരു മയിലൊന്നും മരത്തിൽ ഇരിക്കുന്നുണ്ടായിരുന്നു, അത് കണ്ടിട്ട് നിർത്തിയതാണ്. ഏറ്റവും സൈഡിൽ കടകളല്ല. ഒരു സ്ഥലത്ത് നിർത്തിയേട്ടാ, എനിക്ക് വഴിയിൽ 100 രൂപ കളം കിട്ടി ഉണ്ടാക്കാൻ. വെറുതെ നിർത്തിയാണ്. അത് ചാൻസ് എനിക്ക് വണ്ടിൻ്റെ മില്യൺ ചാൻസ് ആയിരിക്കും, കാരണം ഇത്ര വലിയ കാടിൻ്റെ ഉള്ളിൽ കറക്റ്റ് ഞാൻ നിർത്തുന്നു, ഒരു 100 രൂപ കിട്ടുന്നു. ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. അതിന് പെട്രോൾ പൈസ കുറച്ച് മുതലായി. ഞാൻ 400 രൂപയ്ക്കാണ് ഒരു പെട്രോൾ അടിച്ചത്, അതിൽ 100 രൂപ തിരിച്ച് കിട്ടി. ഇവിടെ എപ്പോഴോ ഒരു മരം എന്തോ വീണിട്ട്, വലിയ മരം, ആ ഗാർഡറയിലൊക്കെ വീണ് നാരക പിഴിഞ്ഞ പോലെ കണ്ടോ. പണ്ടൊക്കെ മറയുന്നു, അതിൻ്റെ ഉള്ളിൽ നിന്ന് വീണതാ. എത്ര കാലമായ വീണിട്ട് അറിയില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറിയ ചെറിയ പൊയ്കളൊക്കെ കാണാം കേട്ടോ. അങ്ങനെ അരുവികളൊക്കെ അപ്പുറത്തേക്ക് ആയിട്ട് കാണാം ഇടയ്ക്കിടയ്ക്ക്. അപ്പം മലക്കപ്പാറയിലെ കൂടുതൽ കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.